ഞങ്ങൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും പാർട്ടിക്ക് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പാർട്ടി എടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമില്ല. ജാമ്യം കിട്ടുന്നതനുസരിച്ച് നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. അല്ലെങ്കിൽ ഇത്രയും എവിഡൻസ് ഉണ്ട് എന്നൊക്കെ വീമ്പടിച്ചിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞ 2 ആഴ്ച കാലം. അത് സർക്കാരിന്റെ കഴിവുകേട്. ഞങ്ങൾക്ക് ഇതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ സർക്കാരോ പോലീസ് എന്താ ചെയ്യട്ടെ. ഈ ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ടോ കോൺഗ്രസിന്റെ MP എന്നുള്ള നിലയിൽ അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. KPC പ്രസിഡന്റ് എലക്ഷൻ ഇതിന്റെ കോർട്ട് വിധി വന്ന ഉടനെ പാർട്ടി നിലപാട് അദ്ദേഹം വളരെ വ്യക്തമാക്കി. അതിനുശേഷം അതിന്റെ മേലെ അഭിപ്രായം പറയുന്ന ആരാണെങ്കിലും, ഞാനാണെങ്കിൽ പോലും അഭിപ്രായം പറയാൻ പാടില്ല. നമസ്കാരം. എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ചോദ്യങ്ങൾ ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോടതി ജാമ്യമടക്കം അനുവദിച്ചു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തും എന്നുള്ള സൂചനകളും പുറത്തു വന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെയാണ് എന്ന് ഉറച്ചു പറയുകയാണ് K മുരളീധരൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. നാളെ അദ്ദേഹം പാലക്കാട് വോട്ട് ചെയ്യാനെത്തും എന്നുള്ള വരുന്നുണ്ട്. രാഹുലിന് ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷന്റെ കഴിവുകൾ. അതല്ലാതെ ഞങ്ങൾക്കിപ്പോ അദ്ദേഹത്തിന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും പാർട്ടിക്ക് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പാർട്ടി എടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമില്ല. ജാമ്യം കിട്ടുന്നതനുസരിച്ച് നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ പുറത്താക്കിയത് ഫൈനലാണ്. ഞാൻ പറഞ്ഞല്ലോ, പുകഞ്ഞ കൊള്ളി പുറത്ത്. ആ സ്റ്റാൻഡിൽ മാറ്റമില്ല. പിന്നെ രാഹുലിന്റെ കാര്യത്തിലൊക്കെ ഇനി നോക്കേണ്ടത് പോലീസുമാണ്. ഏതായാലും കേരള പോലീസ് അമ്പേ പരാജയപ്പെട്ടു. മാത്രമല്ല, ഇനിയിപ്പോൾ നാളെ രാഹുൽ നിലപാട് മാറ്റിയാൽ മാർക്സിസ്റ്റ് പാർട്ടി ചിലപ്പോൾ അദ്ദേഹത്തിനെ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്നും അതും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്രയും എവിഡൻസ് ഉണ്ട് എന്നൊക്കെ വീമ്പടിച്ചിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞ 2 ആഴ്ച കാലം. അത് സർക്കാരിന്റെ കഴിവുകേട്. ഞങ്ങൾക്ക് ഇതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ സർക്കാരോ പോലീസ് എന്താ ചെയ്യട്ടെ. അതാണ് പാർട്ടി നിലപാട്. കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് UDFന് നല്ല ചാൻസ് 2ാം ഘട്ടത്തിൽ ഇലക്ഷൻ നടക്കുന്ന ജില്ലകളിലും ഉണ്ടാവും. മലബാറിൽ പ്രത്യേകിച്ച് ഒരു മുന്നേറ്റം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് UDFനുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിലെ 3 കോർപ്പറേഷൻ ഉൾപ്പെടെ UDF വിജയിക്കുന്നതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ അവകാശവാദം നേരത്തെ ഉന്നയിച്ചിരുന്നു. കണക്കുകളൊക്കെ കൂട്ടി നോക്കിയപ്പോൾ അതേ അവകാശവാദം ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായിട്ടും. ചിലപ്പോൾ 1 or 2 സീറ്റുകൾ ഞങ്ങളുടെ ചില എന്താ പറയേണ്ടത്, ഒരു ഉറച്ച സീറ്റുകളായി കണക്കാക്കിയിരുന്ന 1-2 സീറ്റുകൾ ചിലപ്പോൾ മാറ്റം വരാം. പക്ഷേ അതിന് പകരം പ്രതീക്ഷിക്കാത്ത സീറ്റുകൾ ലഭിക്കുകയും ചെയ്യാം. മേയർ കാൻഡിഡേറ്റ് 101% ജയിച്ചിരിക്കും. ഒരു കളിയുടെ ആവശ്യമില്ല. മര്യാദക്ക് ലൈറ്റ് കത്തും, ഞങ്ങൾ ജയിക്കും. ഏതാ? അല്ല, അത് നമ്മുടെ തലസ്ഥാനത്ത് കുറെ കാലങ്ങളായി തെരഞ്ഞെടുപ്പിൽ ഒരു എന്താ പറയേണ്ടത്, മറ്റ് ജില്ലകളിൽ ഉണ്ടാകുന്നൊരു ട്രെൻഡ് നമുക്ക് ലഭിക്കാറില്ല. ഇപ്പോൾ 2011 ഏറ്റവും കുറഞ്ഞ പോളിംഗ് അന്ന് ഞാൻ മത്സരിച്ച വട്ടിയൂർക്കാവിലെ. പക്ഷെ അന്ന് ഞാൻ 16,000 വോട്ടിന് ജയിച്ചു. പല ഘടകങ്ങളും ഉണ്ടാവും. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, കാലത്ത് പറഞ്ഞല്ലോ, ഈ വോട്ടർ പട്ടിക മൊത്തം കൺഫ്യൂഷനായി. അത് കാര്യമായി തന്നെ പോളിങ്ങിനെ ബാധിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ചിലർക്ക് തന്നെ ഇത്തവണ വോട്ടില്ല. അത് സാധാരണ അങ്ങനെ പതിവുള്ളതല്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തവണ. പിന്നെ ബൂത്ത് മാറിക്കിടക്കുന്നു. ഒരു വീട്ടിൽ 4 വോട്ടുണ്ടെങ്കിൽ 2 വോട്ട് ഒരു ബൂത്തിൽ, 2 വോട്ട് മറ്റ് ബൂത്തിൽ, വേറെ ബൂത്തിൽ മാത്രമല്ല വേറെ പോളിംഗ് സ്റ്റേഷനിൽ. അങ്ങനത്തെ അവസ്ഥ അവർ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ തന്നെ ഇത്തവണ ബൂത്തിൽ ഇരുന്ന പ്രവർത്തകർക്ക് നല്ല ജോലിയായി. പലരും
വോട്ട് കാണാനില്ല എന്നൊക്കെ പറഞ്ഞു വന്നു. അത് കണ്ടുപിടിക്കേണ്ട ജോലിയും തവണ പ്രവർത്തകർക്ക് സാധാരണ ഇലക്ഷനേക്കാൾ കൂടുതൽ ഈ വോട്ട് കണ്ടുപിടിച്ചു കൊടുക്കേണ്ട ജോലിയെ അതിൽ ഇലക്ഷൻ കമ്മീഷണർ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒന്ന്, അവസാന ദിവസങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ വോട്ട് ചേർക്കാൻ എടുത്ത തീരുമാനം അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും UDF ഈ തെരഞ്ഞെടുപ്പ് നടന്ന 7 ജില്ലകളിൽ നല്ല വിജയപ്രതീക്ഷയാണ് ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ഞങ്ങൾക്ക് മനസ്സിലായി. രാഹുൽ ഇപ്പോഴും പാലക്കാട് എംഎൽഎ കോൺഗ്രസിന് അവിടെ പാലക്കാട് ക്ഷീണം സംഭവിക്കുന്നു. ഒരു ക്ഷീണവും ഇല്ല. പാലക്കാട് മുനിസിപ്പാലിറ്റി തന്നെ ഇത്തവണ UDF നല്ല വിജയപ്രതീക്ഷ വളർത്തുന്നു. ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ UDF കൺവീനർ ദിലീപിന് അനുകൂലമായി പ്രസ്ഥാനം നടത്തി. അത് വലിയ തരത്തിൽ ഈ സ്ത്രീ സംഘടനകളൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്ന് സ്ത്രീ കൂട്ടായ്മയുടെ വലിയ പ്രതിഷേധം മാനവീയ രീതിയിൽ നടക്കുകയാണ്. ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം UDFന്റെ കൺവീനർ പദവിയിൽ നിന്ന് അദ്ദേഹം ചെയ്യാമായിരുന്നു. അത് ഞാൻ കാലത്ത് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി. അദ്ദേഹത്തിന്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ ഒരിക്കലും ഈ ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ടോ കോൺഗ്രസിന്റെ MP എന്നുള്ള നിലയിൽ അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. KPC പ്രസിഡന്റ് ഇലക്ഷൻ ഇതിന്റെ കോർട്ട് വിധി വന്ന ഉടനെ പാർട്ടി നിലപാട് അദ്ദേഹം വളരെ വ്യക്തമാക്കി. അതിനുശേഷം അതിന്റെ മേലെ അഭിപ്രായം പറയുന്ന ആരാണെങ്കിലും, ഞാനാണെങ്കിൽ പോലും അഭിപ്രായം പറയാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള രണ്ടാമത്തെ പരാതി കമന്റ് ചെയ്തിരുന്നു. അതൊരു പ്ലാൻഡ് പരാതിയാണ്, അത് അദ്ദേഹം വായിച്ചതാണ്, പുറകിലുണ്ട് എന്നാണ്. അത് കോൺഗ്രസിന്റെ എല്ലാവരുടെ അഭിപ്രായമാണ്. അല്ല, അത് പക്ഷെ അദ്ദേഹം ചെയ്തത് നല്ലൊരു കാര്യമല്ലേ. അദ്ദേഹത്തിന് അങ്ങനെ പരാതി കിട്ടിയപ്പോൾ അതിന്റെ സാങ്കേതികത്വം അല്ല അദ്ദേഹം പരിശോധിച്ചത്. അദ്ദേഹം അത് നേരെ പാർട്ടിക്ക് അകത്തില്ലാത്ത ഒരാൾ ചെയ്തൊരു പ്രവൃത്തിയാണെങ്കിലും കിട്ടിയ പരാതി നേരെ DGPക്ക് അയച്ചു. പരാതി കൊടുത്തവരോട് പേരുണ്ടായിരുന്നില്ല. പരാതി കൊടുത്ത വനിതയോട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു മെസ്സേജ് തിരിച്ചയച്ചു. അതേ നമ്പറിൽ നിന്ന് ആ നമ്പറിലേക്ക് തിരിച്ചയച്ചു. ഇങ്ങനെ നിങ്ങളുടെ പരാതി, നിങ്ങൾ ഉന്നയിച്ച വ്യക്തി ഇപ്പോൾ പാർട്ടിയിലില്ല, എങ്കിലും നിങ്ങൾ നൽകിയ പരാതി ഞാൻ DGPക്ക് ഫോർവേഡ് ചെയ്തു. അത് അദ്ദേഹം അത് ഒരു മാതൃക തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അത് തന്നെയാണ്. അല്ല, ഞാൻ പറയുന്നത് ജെന്യുവൻ ആണെങ്കിൽ അല്ലെങ്കിലും ഒരു തീരുമാനം പ്രസിഡന്റ് എടുത്തല്ലോ, അത് തന്നെ, അതാണ് പാർട്ടിയുടെ നയം.